ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് പുറത്തുവിട്ട ഒരു പ്രസ്താവനയിൽ പറയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില നിർദ്ദേശങ്ങളെല്ലാം അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നു. സൂക്ഷ്മതയും ശ്രദ്ധയും വേണമെന്നും നമ്മുടെ ശത്രുക്കൾ വലിയ ശക്തിയോടുകൂടി നമ്മൾക്ക് നേരെ വീണ്ടും തിരിച്ചടിക്കാൻ സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ അവർ പറയുന്നു, ഒരു ഇടവേള എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് യുദ്ധവിരാമം ഉണ്ടാകുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിരിക്കുന്ന യുദ്ധം 12 ദിവസം നീണ്ടു നിന്നത് കരാർ വ്യവസ്ഥ പ്രകാരം അവസാനിപ്പിച്ച ഒന്നുമല്ല. പകരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യുദ്ധം അവസാനിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ഏറെക്കുറെ ഇറാന് ബോധ്യമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും അവർ ഒരുക്കുന്നു. ഈ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ മാസം 25-ാം തീയതി യുദ്ധം അവസാനിച്ചതിന് ശേഷവും ഇസ്രായേലിന് നേരെ കനത്ത രീതിയിലുള്ള ആക്രമണം ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്നാൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ യമന്റെ ഭാഗത്തു നിന്ന് നിരന്തരം എന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുന്നു എന്നുള്ളത് കൃത്യമാണ്. അത്രക്ക് വളരെ ശക്തിയോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ആക്രമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ധൈര്യം ഇറാന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ആയുധങ്ങൾ യമനിലേക്ക് ഒഴുകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പല യുദ്ധക്കപ്പലുകളും യമൻ തീരം അടിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ്. മാത്രമല്ല, യമനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലിനെ ആക്രമിക്കുക എന്നുള്ള രീതിയായിരുന്നു മുമ്പ് അവർ ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ആക്രമിച്ച് തകർത്ത് കടലിൽ മുക്കുകയും അതിലുള്ള ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ആയുധ കപ്പലാണെങ്കിൽ ആയുധങ്ങൾ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൈവിട്ട കളിയാണ് ഇപ്പോൾ ചെങ്കടലിൽ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ചെങ്കടലിൽ മാത്രമല്ല, അവർ പറയുന്നു ചാവ് കടലിലും യഥാർത്ഥത്തിൽ അവർ യമന്റെ ഭീഷണി ഉണ്ടാവുന്നു. മെഡിറ്ററേനിയൻ കടലിന്റെ അവസ്ഥയും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അറബിക്കടലിന്റെ പേരും പറയുന്നു. 4 കടലിനെ യമൻ ലക്ഷ്യവെക്കുന്നുള്ളതാണ്: ചെങ്കടല്, ചാവുകടല്, അറബിക്കടല്, മെഡിറ്ററേനിയൻ കടല്. ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പൊ അമേരിക്ക പറയുന്ന കാര്യം, നമ്മുടെ സൈനിക മേഖല പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും 24 മണിക്കൂറും നിരീക്ഷണം ഏർപ്പെടുത്തുകയും വേണം. ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയെ ആക്രമിച്ചാലും ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇറാൻ ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചാലും അവരെ തകർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ബോധ്യം ഇറാൻ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ആയുധങ്ങൾ, കുറച്ചുകൂടി ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇവർ തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിൽ തിരിച്ചടി നടത്താനുള്ള വലിയ ശ്രമങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവുന്നതെന്ന് മാത്രമല്ല, ഇറാന് വലിയ രീതിയിലുള്ള പിന്തുണ ചൈനയും റഷ്യയും നൽകുന്നു. അതോടൊപ്പം തന്നെ കൊറിയയും നൽകുന്നു. പല ഘട്ടങ്ങളിലും റഡാറിനെ വെട്ടിച്ചുകൊണ്ട് ഈ യുദ്ധവിമാനങ്ങളെല്ലാം ഇറാനിലേക്ക് പറക്കുന്നുണ്ട് എന്നതിനപ്പുറം റഡാറിൽ കുടുങ്ങിയിരിക്കുന്ന പല ഈ കാർഗോ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. അത് ചൈനയിൽ നിന്നാണെങ്കിലും റഷ്യയിൽ നിന്നാണെങ്കിലും. അപ്പോൾ 25-ാം തീയതിക്ക് ശേഷം നിരീക്ഷണം നടത്തുന്ന സമയത്ത് അതിനുശേഷം നടന്നിരിക്കുന്ന ഒരു 10 ദിവസത്തെ ഇടവേളക്കിടയിൽ ഏകദേശം 25-ലധികം യുദ്ധവിമാനങ്ങളെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധവിമാനങ്ങൾ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായി ആയുധം ശേഖരിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതലായിട്ട് പറയുന്നത്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടുന്ന എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തിൽ 2-ാമത്തെ ദിവസം തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അവരുടെ കൈവശത്തിലുള്ള മിസൈലിന്റെ 35% തങ്ങൾ തകർത്തിരിക്കുന്നു. 30% അല്ല പറയുന്നത്, 1/3 തകർത്തിരിക്കുന്നു. ഇനി വല്ലാതൊന്നും പ്രതികരിക്കാൻ വേണ്ടി ഇറാന് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു നിർത്തി 2-ാമത്തെ ദിവസം രാത്രി മുതലാണ് യഥാർത്ഥത്തിൽ ഇറാൻ യുദ്ധം ആരംഭിച്ചത്. അതോടുകൂടിയാണ് ഗസ മോഡൽ ഇസ്രായേൽ തലസ്ഥാന നഗരെ പോലും ഇറാൻ മാറ്റിയെടുത്തത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അതോടുകൂടിയാണ് ഇവരുടെ ആയുധ ശേഖരങ്ങളിൽ ആയുധങ്ങൾ എത്ര ഉണ്ട് എന്നതിനപ്പുറം ഉള്ള ആയുധങ്ങൾ വളരെ രഹസ്യമായ രീതിയിൽ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഇറാന് സാധിക്കും. ഇറാന് മാത്രമല്ല, അങ്ങനെ തന്നെയാണ് യമനിലെ സായുധ വിഭാഗങ്ങൾ അവരുടെ ആയുധ ശേഖരങ്ങൾക്ക് ഒരു പോറലേറ്റിട്ടില്ല. പല ഘട്ടങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ചേർന്ന് പോലും ആക്രമണം നടത്തിയിട്ടുണ്ട്. 15 ദിവസം തുടരെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്, യമൻ മേഖല കേന്ദ്രീകരിച്ച്. എന്നിട്ടും അവർ ഉയർത്തി നിൽക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തു.
ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ IAEAയുമായിട്ടുള്ള പരാമർശം ഇതിന്റെ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ഇനി ഒരു ചർച്ചയില്ല, ചർച്ച അവസാനിപ്പിച്ചിരിക്കുന്നു, പാർലമെന്റ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു, അത് പ്രസിഡന്റിന്റെ ഒപ്പിട്ടുകൊണ്ട് അത് നിയമമാക്കിയിരിക്കുന്നു. ഇനി IAEA എന്ന് പറയുന്ന സംഘം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ചാരസംഘമായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. കാര്യം ഞങ്ങളുടെ രാജ്യത്തിലെ ആണവ നിലയത്തിന് നേരെ, ആണവ കേന്ദ്രത്തിന് നേരെ നിരന്തരം ആക്രമണം ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടും അതിന് പ്രതികരിക്കുക പോലും ചെയ്യാത്ത ഒരു സംഘത്തിന്റെ പേരാണ് IAEA. അവർ അമേരിക്കക്ക് വേണ്ടിയിട്ട് കൊയലത്ത് നടത്തുന്ന പ്രവൃത്തിയാണ്. എന്നാൽ ഇസ്രായേലിലേക്ക് അവർ പോയിട്ട് ആണവായുധം പരിശോധിക്കുന്നുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അതൊന്നുമില്ല. അവർ ലക്ഷ്യം വെക്കുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ ഇറാനെ മാത്രമാണ്. അതുകൊണ്ട് അവരുടെ നയങ്ങളും നിലപാടും ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയും പ്രോക്സി വിഭാഗത്തെ സജീവമാക്കുന്നുള്ള പ്രവർത്തനങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട്, അത് സംയുക്തം എന്ന് പറയുന്ന സമയത്ത് ലെബനാന്റെ ഭാഗത്തുനിന്നും യമന്റെ ഭാഗത്തുനിന്നും പാലസ്തീന്റെ ഭാഗത്തുനിന്നും ഇനി ഈ ഇറാഖിലുള്ള ഷിയ മിലിഷ വിഭാഗത്തെ എല്ലാവരും കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തുന്നു. ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മേഖല ശ്രദ്ധിക്കണമെന്നും വലിയ രീതിയിലുള്ള സംരക്ഷണം സുരക്ഷിത്വം ഏർപ്പെടുത്തണമെന്നും നിരീക്ഷണം വേണമെന്നും അത് 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന്റെ സൂക്ഷിപ്പുകാർ ശ്രദ്ധിക്കണം എന്ന് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്.